ഹായ്, ഇന്ന് നമുക്ക് ഡെക്സ്ഫോർഡ് എജു പാർക്കിന് ഡെക്സ്ഫോർഡ് എന്ന് പേര് കണ്ടെത്തിയ കഥ പറയാം. നമ്മളൊരു സ്ഥാപനത്തിന് ഒരു പേര് ചൂസ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം. അതിൻ്റെ ടോണ്, അതിൻ്റെ മീനിങ്, അത് പറയുന്ന സമയത്ത് ആളുകൾക്ക് മനസ്സിലാകുമോ, ഇങ്ങനെ പല കാര്യങ്ങളും ആലോചിച്ചിട്ടാണ് നമ്മളൊരു പേര് ചൂസ് ചെയ്യാം. ഞാൻ ഡെക്സ്ഫോർഡിൻ്റെ പേര് 2019 ഈ പ്രൊജക്റ്റ് ഏകദേശം സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് അതിൻ്റെ ഫൗണ്ടർ ഫരീദ് റഹ്മാനിയും അതുപോലെ ഞാനുമാണ് അതിൽ കാര്യമായിട്ട് ഇൻവോൾവ് ചെയ്ത് വർക്ക് ചെയ്തിരുന്നത്. അന്ന് എൻ്റെ ആദ്യത്തെ ടാസ്ക്കായിരുന്നു ഈ പ്രൊജക്റ്റിൻ്റെ പേര് കണ്ടെത്തുക എന്നുള്ളത്. ഞാൻ അന്ന് ചെയ്തത്, ഇന്നത്തെ ചാറ്റ് ജിപിടിയും മറ്റു ജനറേറ്റീവ് ടൂൾസൊന്നും അത്ര വന്നിട്ടില്ലല്ലോ. ഞാൻ ആദ്യം ഗൂഗിളിൽ കയറി നിലവിലുള്ള എസ്റ്റാബ്ലിഷ്ഡായ ഒരുപാട് എഡ്യൂക്കേഷണൽ ബ്രാൻഡ്സ് ഉണ്ട്. നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലും വളരെ ലെഗസിയുള്ള ബ്രാൻഡുകൾ, പുതിയ ബ്രാൻഡുകൾ, ഇന്നൊവേറ്റീവായ ബ്രാൻഡുകൾ, പ്രത്യേകിച്ച് ഹയർ എഡ്യൂക്കേഷൻ രംഗത്ത് വളരെ സുപരിചിതമായ ഒരുപാട് സ്ഥാപനങ്ങളുടെ പേരുകൾ ആദ്യം അടുക്കി വെച്ചു. അതിനുശേഷം നമ്മൾ ഉദ്ദേശിക്കുന്ന ബ്രാൻഡിൻ്റെ മീനിങ്ങിനെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡെപ്തിനെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് വേർഡുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. എന്നിട്ട് ഇതിൽ നിന്നെല്ലാം പല വേർഡുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ജോയിൻ ചെയ്തും പല രീതിയിൽ മാച്ച് ചെയ്തും ഏകദേശം 150ഓളം പേരുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ആ പേരുകൾ ഓരോന്നായി ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് വളരെ ഡീപ്പായി ചർച്ച ചെയ്തു. അതിൽ നിന്ന് 20 പേരുകൾ തിരഞ്ഞെടുത്തു. ആ 20 പേരുകൾ ഞങ്ങൾ പല ആളുകളുമായിട്ട് ആ പേരുകൾ പറഞ്ഞു നോക്കി, പല ആളുകളോടും അഭിപ്രായം ചോദിച്ചു. അതിൽ നിന്ന് 5 പേരിലേക്ക് അതിനെ ഞങ്ങൾ വീണ്ടും റെഡ്യൂസ് ചെയ്തു. ഏറ്റവും അട്രാക്റ്റീവായി തോന്നിയ ഒരു 3-4 പേരുകൾ, അന്ന് എന്തൊക്കെ പേരുകൾ, ഒന്ന് സ്ട്രാറ്റ്ഫോർഡ്, ഡെക്സ് ഇന്ത്യ, അങ്ങനെ ഒരു 5 പേരുകൾ ഏകദേശം അന്ന് സെലക്ട് ചെയ്തു. ഇതിൻ്റെ സ്ക്രീനിങ് പ്രോസസ്സിൽ നമ്മൾ പല ക്രൈറ്റീരിയകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓരോ പേരുകളെയും നോക്കൗട്ട് ചെയ്തത്. ചിലത് നമ്മൾ പല ആളുകളോടും സംസാരിച്ച് നോക്കി, അത് ഫോൺ കോളിൽ ഓഡിയബിൾ ആണോ, അല്ലെങ്കിൽ ഒരാൾക്ക് പെട്ടെന്ന് റിമെമ്പർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ സിമിലർ നെയിമിൽ ആൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ബ്രാൻഡ്സുകളുണ്ടോ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ട്രേഡ് മാർക്ക് എടുത്തതുണ്ടോ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ഓരോന്ന് ഇങ്ങനെ നോക്കൗട്ട് ചെയ്ത് കൊണ്ടുപോയത്. അങ്ങനെ ഈ പേരുകൾ ഇങ്ങനെ ചർച്ച ചെയ്തു നിൽക്കുന്ന സമയത്താണ് ഈ പേരിടുന്ന ഡ്യൂട്ടി എനിക്ക് വരുന്നതിൽ അതിന് വേറെ സ്റ്റോറി ഉണ്ട്. ഞാൻ വരുന്ന സമയത്ത് നവഭാരത് എന്നായിരുന്നു ഫരീദ് റഹ്മാനി നമ്മളെ പ്രോജക്റ്റിന് പേരിടാൻ കണ്ടുവച്ചിരുന്ന ഒരു പേര്. ആ പേര് അതിൻ്റെ ട്രേഡ് മാർക്ക് എടുക്കാൻ വേണ്ടി ശ്രമിച്ച സമയത്താണ് ഭാരത് എന്ന ടേമിന് നാഷണൽ ഇതിനെ സൂചിപ്പിക്കുന്നതിന് ട്രേഡ് മാർക്ക് കിട്ടില്ല എന്ന് മനസ്സിലായപ്പോഴാണ് മറ്റൊരു പേര് തരിക എന്നുള്ള ആശയത്തിലെത്തിയത്. അങ്ങനെ ഈ അവസാനം പറഞ്ഞ പേരുകളിൽ ഞങ്ങൾ വീണ്ടും വർക്ക് ചെയ്തു. അങ്ങനെ വർക്ക് ചെയ്ത് അതിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ ഡെക്സ് എന്നുള്ള പേര് 2 പേർക്കും ഇഷ്ടമായി. പക്ഷേ അത് വളരെ ഷോർട്ടാണ്. അതിന് നമ്മുടെ ബ്രാൻഡിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ മാത്രം ആ പേരിൻ്റെ ഒരു ലെങ്ത്ത് ഒരു പ്രശ്നമായി തോന്നി. ആ സമയത്ത് ഞാൻ ഈ ഡെക്സ് എന്ന വേർഡിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ എന്താണ് മാർഗം എന്ന രീതിയിൽ പല വേർഡുകളും അതിലേക്ക് ചേർക്കാൻ പറ്റുന്ന പല സംഗതികളും നോക്കി. അങ്ങനെയാണ് ഡെക്സ് ഇന്ത്യ, ഡെക്സ്ഫോർഡ്, അങ്ങനെ കുറേ സംഗതികൾ അതിലേക്ക് ആഡ് ചെയ്തു. ഡെക്സ് എന്ന വേർഡിൻ്റെ മീനിങ് വരുന്നത് ബ്രൈറ്റ് സ്റ്റുഡൻ്റ് എന്നാണ്. അപ്പോൾ അതിലേക്ക് നമ്മുടെ സ്ട്രാറ്റ്ഫോർഡ്, ഓക്സ്ഫോർഡിലൊക്കെ ഉള്ള ഫോർഡ് എന്നുള്ള വേർഡും കൂടിയും ചേർത്തിട്ടാണ് ഡെക്സ്ഫോർഡ് എന്നിലേക്ക്. ബ്രൈറ്റ് സ്റ്റുഡൻസ്, ഫോർഡ് എന്ന് പറഞ്ഞാൽ ഫ്ലോ, ഒരു സ്ട്രീം ഓഫ് ബ്രൈറ്റ് സ്റ്റുഡൻസ്, ഫ്ലോ ഓഫ് ബ്രൈറ്റ് സ്റ്റുഡൻസ് എന്നൊക്കെ മീനിങ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡെക്സ്ഫോർഡ് എന്ന് കിട്ടി. പിന്നെ അതിലൊരു ക്യാമ്പസിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുപാട് ടേംസ്, സിറ്റി, എജു പാർക്ക്, ഡെക്സ്ഫോർഡ് എജു പാർക്ക്, ഡെക്സ്ഫോർഡ് സിറ്റി, അങ്ങനെ പല കോമ്പിനേഷൻസ് നോക്കി. അതിൽ നിന്ന് നമുക്ക് എജു പാർക്ക് എന്നുള്ള വേർഡിനെയാണ് അവസാനം ഫൈനലൈസ് ചെയ്തത്. അങ്ങനെ ഡെക്സ്ഫോർഡ് എജു പാർക്ക് എന്നുള്ള ആ ഒരു ബ്രാൻഡ് നെയിം ഫൈനലാക്കി ചൂസ് ചെയ്ത് വന്നു. പിന്നെ അതിൻ്റെ ട്രേഡ് മാർക്ക് എടുത്തു. പിന്നെ നമ്മൾ അതിൻ്റെ ഓരോ വെർട്ടിക്കിൾസിനും നമ്മൾ ഈ ഡെക്സ്ഫോർഡ് എന്ന് അതിൻ്റെ ഇനീഷ്യൽ നെയിമായിട്ട് കൊടുത്തു. ഡെക്സ്ഫോർഡ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ഡെക്സ്ഫോർഡ് ഇൻ്റർനാഷണൽ ബിസിനസ് സ്കൂൾ, ഡെക്സ്ഫോർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്പോർട്സ് ആൻഡ് വെൽനെസ്,
ഡെക്സ്ഫോർഡ് സ്കിൽ ഗാർഡൻ, ഇങ്ങനെ ഓരോ വേർട്ടിക്കിൾസും നമ്മൾ പിന്നെ ഡെക്സ്ഫോർഡ് എന്നുള്ള ആ ഒരു ഫസ്റ്റ് നെയിം ഉപയോഗിച്ചുകൊണ്ട് ചെയ്തു തുടങ്ങി. ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു നെയിമിങ് പ്രോസസ്സ് നടന്നു പോയത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതാണ്. ഇങ്ങനെ ഒരുപാട് ബ്രാൻഡുകൾക്ക് നല്ല പേരുകൾ നിർണ്ണയിക്കാനും അത് ചൂസ് ചെയ്യാനും എടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. ഞാൻ തന്നെ ചെയ്തിട്ടുള്ള മറ്റൊരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ഫേമാണ് പെരിന്തൽമണ്ണ പ്രവർത്തിക്കുന്ന വിദ്യാലയൻ. വിദ്യാലയൻ എന്നുള്ള പേരും ഇതുപോലെ ഞങ്ങൾ ബ്രെയിൻ സ്റ്റോം നടത്തി ചൂസ് ചെയ്തൊരു പേരായിരുന്നു. ഇതുപോലെ ഈ ബ്രാൻഡ് നെയിമിങ് ആക്ടിവിറ്റി നമ്മൾ വളരെ സൂക്ഷ്മതയോടെ ചെയ്താൽ അതിന് വളരെ ലോങ് ടേം ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാവും. എല്ലാവരും നല്ല പേരുകൾ ചൂസ് ചെയ്യുക. നന്ദി.